കണ്ടിട്ട് കൊതിയാവുന്നു. ഇതെങ്ങനെയാണോ എന്തോ ഉണ്ടാക്കുന്നത്. എന്തുവാടി എന്തോ കൊതിയാവണെന്നൊക്കെ? നിനക്ക് അങ്ങനത്തെ വികാരമൊക്കെ ഉണ്ടോ? ഞാൻ വല്ലോണം പറഞ്ഞെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എടി നിനക്ക് കൊതിയല്ല, എന്ത് കാണുമ്പോഴും വേണം വേണം എന്നുള്ള ഒരു വികാരമാണ്. അതിനെ കൊതി എന്ന് പറയാൻ പറ്റില്ല, ആർത്തിന്നേ പറയാൻ പറ്റൂ. എനിക്ക് ആർത്തിയല്ല, കൊതിയാണ്. എന്തുവാ എത്ര കൊതി വരാൻ മാത്രം കാണുന്നേ? നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കു മോളെ. സ്ട്രോബെറി, ചോക്ലേറ്റ്, കേക്കാ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? അതെ, ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും കാണുമായിരിക്കും. എനിക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. ഇതെവിടെ കിട്ടുന്നത്? അതറിയാമെങ്കിൽ ഞാൻ എപ്പോഴേ വാങ്ങിച്ചു കഴിച്ചേനേടി. പക്ഷേ ഓൺലൈനിൽ വല്ല കിട്ടുമായിരിക്കും. നീ ഒന്ന് നോക്കിയാണ്? എടി ഓൺലൈനിൽ ഒന്നും കിട്ടൂല, ഇത് കസ്റ്റം മെയ്ഡ് ആണ്. നീ എന്തിനിപ്പോ ഇത് തന്നെ കാണിച്ചേ? എടി നമുക്കേ ഈ വീഡിയോ കണ്ടെങ്കിലും കൊതി തീർക്കാം. നീ ഈ വീഡിയോ ആണെങ്കിൽ കണ്ട് കൊതി തീർത്തു. എനിക്കത് പറ്റൂല, എനിക്ക് കഴിച്ചാലേ കൊതി തീരും. നീ എങ്ങനെ കഴിക്കും? അമ്മയെ കൊണ്ടുണ്ടായിപ്പിക്കാം. അമ്മയുടെ അടുത്ത് പോയി പറയാൻ പോണേ. ഓടിച്ചെല്ല്, ഇപ്പൊ ഉണ്ടാക്കി തരും. ഒരു വട്ടയപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ പറയാനൊന്നുമില്ല അമ്മ. ഇനിയിപ്പൊ ഇതും പറഞ്ഞോണ്ട് തന്നാ അതിന്റെ തലയിൽ കൂടി എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു തരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ അവൻ വർക്കിംഗ് തന്നെ. അവൻ ചീത്തായിട്ട് മാസങ്ങളായി, പിന്നെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും? എനിക്ക് കൊതിയാവുന്നടാ. ഒന്ന് ഈ സ്വന്തമായിട്ടൊരു ബോധം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കണം. ഇത് എനിക്ക് ഭ്രാന്താണ്ടാണ് ഞാൻ നിന്റെ അച്ഛനടുത്ത് പോയി സംസാരിക്കുന്നത്. ആ വണ്ടി ഇത്തിരി മാറ്റാൻ പറഞ്ഞാ മാറ്റുന്നില്ലല്ലോ. അതോ അതിപ്പോ മാറ്റിയതുപോലെ തന്നെ. നിങ്ങളെന്ത് കണ്ണുകളിരിക്കണത്? അത് ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കണം. ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഉണ്ടാക്കണോ? വാങ്ങിക്കാം നമുക്ക്. കേക്ക് വാങ്ങിക്കണം. എവിടെ വാങ്ങിക്കണം? മേടിക്കാൻ പറ്റൂല. ഈ മേടിക്കാൻ പറ്റാത്ത കേക്ക് എന്തിനു വാങ്ങിക്കണം? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവും. എനിക്കെന്നാ ഈ വീഡിയോ കേക്ക് വാങ്ങിച്ചു ഇനി വീഡിയോ ആണ്. കേക്ക് പോയി വാങ്ങിക്കണ വീഡിയോ ഇത് കാണും. ഇത് കൊള്ളാം കേട്ടോ. അതാ പറഞ്ഞേ, എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. ഈ കേക്കിൽ ഇടാനുള്ള സ്ട്രോബെറി ക്രീം വാങ്ങിച്ചാൽ ഞാൻ വലിയ കാര്യമായി വേണ്ട. അത് വേണം നമുക്ക്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. എന്ത്? കുക്കറിലുണ്ടാക്കാം. ഫുൾ ഐഡിയ ആണ് കൊച്ചിന്റെ തലകറി. കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അന്ന് നമ്മൾ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ, അപ്പൊ അത് പോയി. എന്നാലും അതല്ല, അത് അന്ന് പാളിപ്പോയെങ്കിലും ഇന്ന് ശരിയാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മ എടുത്ത് അങ്കിൾ സോപ്പിട്ട് പറ കേക്കും. കേക്ക് നമ്മള് പറഞ്ഞാലും നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ കാണിച്ചത് മനുഷ്യനെ മെനക്കെടുത്തിക്കില്ല. നമുക്ക് കുക്കറിൽ കേക്ക് ഉണ്ടാക്കാം. പറയോ? പറയും. ഈ കേക്കിന് വേണ്ടി ഞാൻ പറയും. ഓക്കെ, അപ്പൊ വാ ചോദിക്കാം. എനിക്കൊണ്ട് ചീത്തോളി വാങ്ങിച്ചു തരൂ. രണ്ട് ചീത്ത തന്നെയല്ല. ഇല്ലെങ്കിൽ കേക്ക് ഏതെങ്കിലും ഒന്നും ഇവിടെ നടക്കും. ആളെ സുന്ദരിമണി എവിടെ പോണ്? അണ്ണൻ സുന്ദരി എവിടെ പോണ്? അവൻ പറഞ്ഞേട്ടാ, അവൻ സത്യം പറഞ്ഞു. ഞങ്ങള് എൻഗേജ്മെന്റിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോണു. ഇത്രയും ഒരുങ്ങി കിട്ടിയ അത് പിന്നെ ഒരു വെറൈറ്റിക്ക് കുറെ നാളെ വിഷം സാരിയൊക്കെ പുറത്തെടുക്കാതെ ഇരുന്നിട്ട് പൂപ്പൽ പിടിക്കണം. സത്യം തന്നെ. അല്ലാതെ സത്യം, ശരിക്കും സത്യം. നിങ്ങൾ ഇവിടെ ഇല്ലേ? ഞങ്ങൾ പോയിട്ട് വരേ. പോയിട്ട് എപ്പോ വരും? അത് ഉച്ച കഴിയും. അല്ല, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്താ ഉച്ച കഴിയണ? റിസപ്ഷൻ കഴിഞ്ഞാലേ വരാൻ പറ്റും. റിസപ്ഷൻ ഉള്ള ഗിഫ്റ്റ് അല്ലേ വാങ്ങാൻ പോകുന്നേ. അപ്പൊ പിന്നെ നല്ലോണം സെലക്ട് ചെയ്തൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കുവേ ഉച്ചയാവും. റിസപ്ഷന് കൊടുക്കാനല്ലേ. അപ്പം അച്ഛന് കള്ളം പറയാൻ പറ്റൂല. അച്ഛന്റെ മുഖത്ത് അത് അറിയാൻ പറ്റും, കണ്ണിൽ അറിയാൻ പറ്റും. മക്കളെ എൻഗേജ്മെന്റിനാണ് പോകുന്നത്. സത്യം. അമ്മയുടെ അടുത്തല്ലല്ലോ ചോദിച്ച, അച്ഛൻ്റെ അടുത്തല്ലേ? അല്ല, എൻഗേജ്മെന്റിന്. അച്ഛാ ഞങ്ങളുടെ കള്ളം പറയോ? അച്ഛാ പോരട്ടെ. എനിക്ക് നിങ്ങളത് കള്ളം പറയാൻ പറ്റൂല. എന്റെ ഓഫീസിലെ ശശിധര സാറില്ലേ, അദ്ദേഹത്തിന്റെ മോള് സൗമ്യയുടെ കല്യാണം നിശ്ചയം. അണ്ണാ 5 മിനിറ്റ് നമ്മൾ നിങ്ങൾ വേണ്ട. എടാ രാമ, സാറാണ് ഈ വളരെ അടുത്തുള്ള 10-20 പേരെ വിളിച്ചിട്ടുള്ളൂ. ഏറിയ ഒരു 25 പേര്, അത്രേ ഉള്ളൂ. നിങ്ങൾ അടുത്ത ആൾക്കാരല്ലേ? ഇനി അച്ഛന്റെ ഓഫീസിലുള്ള ഒരാളുടെ മോളുടെ കല്യാണ നിശ്ചയം അതല്ലേ, അല്ലാതെ നമ്മുടെ ബന്ധുക്കളെ കല്യാണം ഒന്നല്ലല്ലോ. കല്യാണം ആരെയും കൊണ്ടുപോയിരുന്നു. കല്യാണത്തിനുണ്ട്. അതാണ് കുഴപ്പമില്ല, ഞാനും വരുന്നു. പെങ്കി മോളെ, അച്ഛൻ പറഞ്ഞല്ലോ മോള് ഇവിടെ നിന്നില്ലേ? കേക്കൂല. എന്തിന്?
നമ്മൾ രണ്ടും കൂടി പോയാലേ ഇവർക്ക് രണ്ടുപേർക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാം. പിന്നെ നമ്മൾ എന്തിനാ പോണേ? അതൊന്നും അല്ല. 500 രൂപയുടെ ഗിഫ്റ്റും കൊടുത്തിട്ട് 5 പേര് പോയി ഭക്ഷണം കഴിക്കണം, മോശമല്ലേ? 5 പേര് പോണ്ട, ഞാൻ മാത്രം വരാം, 3 പേര്. ഇവൾക്ക് അയ്യ 3 പേരുടെ പോയിക്കൂടാ. നിങ്ങൾ എവിടെയില്ലേ രാമനുമായിട്ടൊക്കെ വർത്താനം സമാധാനപ്പെടെ എന്റെ പെങ്കൊച്ചെ, നമുക്ക് ഇവര് പോയിട്ട് നമുക്ക് അതിന്റെ പുറകെ നമുക്ക് കറങ്ങാൻ പോയാൽ. ഇല്ല അങ്ങളെ, ഞാനും പോണവരോടെ ഭക്ഷണം കഴിക്കാം. നീ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരും കേട്ടല്ലോ. ഇനി കൂടുതൽ സംസാരിക്കരുത്. ഇല്ല അവരോട് നിന്നോളൂ. നീ വാ, സമയം മണി. എന്നാ ഒരു ഡീല്. എന്താണ്? എന്തോന്ന്? പോയിട്ട് വരുമ്പോ എനിക്ക് കേക്ക് ഉണ്ടാക്കി തരണം. കേക്ക് ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി തരണം. വാങ്ങിച്ചോണ്ടുവരാം. വാങ്ങിച്ചോണ്ടാ പോരാ, ഞാൻ കാണിക്കുന്ന കേക്ക് അതുപോലെ ഉണ്ടാക്കി തരണം. പറ്റൂല. അത് പറ്റാത്തെന്ത്? ഒരു കേക്ക് ഉണ്ടാക്കിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല, ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഉറപ്പ് തന്നെ? ഉറപ്പ് തന്നെ. ഉറപ്പ്? ഓ ഉറപ്പ്. സത്യം? ഓ സത്യം. എന്നാ ഞാൻ ഉണ്ടാക്കും. നീ എന്തോന്ന് വെച്ചേ? ആണോ? ഉണ്ടാക്കി. നീ ഉണ്ടാക്കടി. ഓ ഓ ശരി. അച്ഛന് ഒരു വലിയ പീസ് വെച്ചേക്കണേ. വച്ചേക്കാം കേട്ടോ. പോട്ടെ. വാ. നമുക്ക് പോവാം, ഞങ്ങള് പോണ്. രാമാ അടി ഉണ്ടാക്കല്ലേ പിള്ളേരുമായിട്ട്. നാണയില്ല പെണ്ണെ. അതാണ് നിനക്ക് നാണമില്ലേ അവര് പോകുന്നിടത്തൊക്കെ പോവാനായിട്ട്? അത് തന്നെ വലുതായി, ഇത്രയും പ്രായമായി. നിങ്ങക്ക് മനസ്സിലായില്ലേ? എന്ത് മന്ദത്തിലാണ് നിങ്ങള്? നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ട് കേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ അമ്മയടുത്ത് പറഞ്ഞുണ്ടല്ലോ. അമ്മ വല്ലതും എടുത്ത് വെച്ച് അടിച്ചു കയറി. ഇപ്പൊ അമ്മ ഉണ്ടാക്കി തരില്ലല്ലോ, എല്ലാം ഏറ്റു വാങ്ങിച്ചല്ലേ. നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാലും അമ്മ സമ്മതിക്കില്ല. അടുക്കള കയറാൻ സമ്മതിക്കുമെന്ന് തോന്നണുണ്ടോ അമ്മ? ഇതിപ്പോ നൈസായിട്ട് കാര്യം തിരിച്ചോണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. ബില്ലാതിന്റെ ബുദ്ധിയാണ് കേട്ടോ അവക്ക്. എവിടെ ആയിരുന്നു ഇത്ര നാള്? ഇവിടെ എന്നല്ലേ ഇപ്പൊ എന്താ നീ? നമുക്ക് ഉണ്ടാക്കണം. റെസിപ്പി നോക്കണം. എനിക്ക് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പയ്യ. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കാം. അതൊരു മൂന്ന് ഫുൾ കൗണ്ടർ ഇട്ട് നമ്മൾ ബേക്കറി ആക്കി ഒരു ഫുഡ് കോർട്ട് പോലെ എന്ത് പറയും, ഒരു വെറൈറ്റി ആയിരിക്കും. അതാണ് കൊള്ളാം. അങ്ങോട്ട് അടിക്കായി നമുക്ക് കുറച്ച് വീഡിയോസും എടുക്കാം. അതൊക്കെ വേണം. ഇവിടെ തീറ്റയിൽ ഇടാലോ. എന്റെ യൂട്യൂബ് ചാനലുണ്ട് തീറ്റ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.